ഏവർക്കും ഫുട്ബോൾ സ്റ്റുഡിയോ മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്നാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം നടക്കാൻ പോകുന്നത്. ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റിനെയാണ് നേരിടുന്നത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ ആദ്യ ഹെവി മത്സരമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെയാണ് ബ്ലാസ്റ്റേഴ്സ് നേരിടുന്നത്. നോർത്ത് ഈസ്റ്റിൻ്റെ സ്റ്റേഡിയം ഗുവാഹട്ടിയിൽ വെച്ചായിരിക്കും മത്സരം നടക്കുക. ഇതുവരെ നടന്ന മത്സരങ്ങൾ ഹെഡ് ടു ഹെഡ് കണക്കുകൾ നോക്കുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റും ബ്ലാസ്റ്റേഴ്സുമായി ഏറ്റുമുട്ടിയത് 5 മത്സരങ്ങളാണ്. 5 മത്സരങ്ങൾ എന്ന് പറയുമ്പോൾ അവസാന 5 മത്സരങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതിൽ ഇരു ടീമുകൾക്കും തുല്യതയാർന്ന വിജയമാണെന്ന് തന്നെ പറയാം. ഇരു ടീമുകളും 2 വിജയങ്ങൾ വീതം നേടിയിട്ടുണ്ട്. ഒരു സമനിലയുമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം ഇരു ടീമുകളും അവസാന 5 മത്സരങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പം ഇരു ടീമുകളും ശക്തരാണ്, തുല്യരാണ് എന്ന് തന്നെ പറയണം. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വിജയം അത് ആർക്കൊപ്പം നിൽക്കും? അതും നോർത്ത് ഈസ്റ്റ് ശക്തരാണ്, കിരീടമില്ലാത്ത ടീമുകൾ എന്ന പേര് കഴിഞ്ഞ 10 വർഷമായിട്ട് നോർത്ത് ഈസ്റ്റിനും ബ്ലാസ്റ്റേഴ്സിനും ഉണ്ടായിരുന്നു. ഈ ഒരു പേര് അവർ തിരുത്തി കുറിച്ചു. ഡുറൻഡ് കപ്പിൽ അതിശക്തരായ മോഹൻ ബഗാനെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ, അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് ഡുറൻഡ് കപ്പിൻ്റെ ചാമ്പ്യന്മാരായാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്. കഴിഞ്ഞ മത്സരം അവർക്കൊരു തോൽവിയായിരുന്നെങ്കിൽ കൂടി ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു കൊണ്ടാണ് വരുന്നതെങ്കിൽ കൂടി ബ്ലാസ്റ്റേഴ്സ് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാകും. പക്ഷേങ്കിൽ നോർത്ത് ഈസ്റ്റിൻ്റെ കാര്യം വരുമ്പം കോൺഫിഡൻസ് കുറയുമെന്നല്ല പറയേണ്ടത്. കാരണം വെച്ചാൽ കഴിഞ്ഞ മത്സരം അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്തു. പക്ഷേങ്കിൽ നിർണായകമായ അവർക്ക് ലഭിക്കേണ്ട പെനാൽറ്റിയും അതുപോലെ തന്നെ മോഹൻ ബഗാൻ നേടിയ ഒരു ഗോളും, രണ്ടാമത്തെ ഗോളും, അത് ശരിക്കും പറഞ്ഞാൽ ഗോളല്ല എന്ന് തന്നെ പറയാം. കാരണം ഫൗൾ ചെയ്തുകൊണ്ട് നേടിയ ഒരു റഫറിയുടെ തെറ്റിൽ നിന്ന് സംഭവിച്ച ഒരു ഗോൾ ആണ് അവർക്ക് അനുകൂലം ലഭിച്ചത്. അത് ശരിക്കും നോർത്ത് ഈസ്റ്റ് വിജയിക്കേണ്ട മത്സരം തന്നെയായിരുന്നു. പക്ഷേങ്കിൽ അത് റഫറിയുടെയും വാറിൻ്റെ സംവിധാനം ഇല്ലാത്തത് കൊണ്ടൊക്കെ തന്നെ അത് മോഹൻ ബഗാൻ വിജയിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അതിശക്തരാണ്, ബ്ലാസ്റ്റേഴ്സ് മോശമല്ലാത്തൊരു ടീം തന്നെയാണ്. അഡ്രിയാൻ ലൂണയുടെ കാര്യത്തിലേക്ക് വരുമ്പം അഡ്രിയാൻ ലൂണയുടെ കാര്യം നമുക്ക് തീരുമാനമായിട്ടില്ല. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഒന്നുകൂടി ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോയിൽ നമ്മൾ സ്പെഷ്യലായിട്ട് എൻ്റെ വീഡിയോ ചെയ്തിട്ട് പറയുന്നതായിരിക്കും. ഏതായാലും ലൂണയുടെ കാര്യം തീരുമാനമാകും നമ്മൾ പറയുന്നതായിരിക്കും. ലൂണ ഗുവാഹട്ടിയിലേക്ക് ടീമിനൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇറങ്ങുമോ ഇല്ലയോ കാര്യം ഇതുവരെ ഉറപ്പായിട്ടില്ല. ഏതായാലും അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് ആര് വിജയിക്കും എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. മറ്റേ വീഡിയോ ആയിട്ട് കണ്ടുകിട്ടും. സബ്സ്ക്രൈബ് ബട്ടൺ ഒട്ടുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.